മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം ഒരിക്കലും ഇളകാത്ത ഇടതുകോട്ടയാണ് ഷൊർണൂർ. ഇത്തവണയും അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ലെന്നാണ് ഇടത് ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം. സിറ്റിംഗ് MLA പി മമ്മിക്കുട്ടി രണ്ടാം തവണയും മത്സരരംഗത്തെത്തിയത് വിജയപ്രതീക്ഷ ഇരട്ടിയാക്കിയെന്നാണ് CPM പ്രവർത്തകർ പറയുന്നത്. ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണെങ്കിലും കോൺഗ്രസിൻ്റെ അനുഭവ സമ്പത്തുള്ള നേതാവ് പി ഹരിഗോവിന്ദനും ചാനൽ ചർച്ചകളിൽ നിറഞ്ഞുനിന്ന BJPയുടെ യുവനേതാവ് ശങ്കുട്ടി ദാസും കൂടി എത്തിയപ്പോൾ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പോര് മുറുകി. 2 നഗരസഭയും 6 പഞ്ചായത്തുകളുമാണ് ആകെ മണ്ഡലത്തിലുള്ളത്. ഇടതിന് കൂടുതൽ വളക്കൂറുള്ള ചെർപ്പുളശ്ശേരി നെല്ലായയിൽ നിന്നാണ് ആദ്യം വോട്ടെണ്ണി തുടങ്ങുക. തൊട്ടു പിന്നാലെ ചെർപ്പുളശ്ശേരി നഗരസഭ കൗണ്ടിങ്ങിനായി എടുക്കും. നഗരസഭയിൽ UDF അനുകൂല വോട്ടിംഗാണ് ഉണ്ടാവുക എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് UDF നേതാക്കൾ. വെള്ളിനേഴി, തൃക്കിടിരി, അനങ്ങനടി, ചളവറ പഞ്ചായത്തുകൾ എക്കാലത്തും ഇടതിന് മുൻതൂക്കമുള്ള ഇടങ്ങളാണ്. ചളവറ ഉൾപ്പെടുന്ന ചിലയിടങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ തരംഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. വാണിയംകുളത്തേക്കും ഷൊർണൂർ നഗരസഭയിലേക്കും എത്തുമ്പോൾ BJP വോട്ടുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ നഗരസഭയിൽ 12 സീറ്റുകൾ നേടി BJP ഉണ്ടാക്കിയ മുന്നേറ്റം നഗരസഭാ പരിധിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിയുറച്ച മണ്ണായ വാണിയംകുളത്ത് പാർട്ടി വോട്ടുകൾ നിലനിർത്തുമെന്നും ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് നേതാക്കൾ. എന്നാൽ വാണിയംകുളത്ത് BJP മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ആകെ മണ്ഡലത്തിൽ 225 ബൂത്തുകളാണുള്ളത്. പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം ബ്ലോക്കിലാണ് ഷൊർണൂർ മണ്ഡലത്തിൻ്റെ വോട്ടെണ്ണൽ. ന്യൂസ് ഫോർ യു ഓൺലൈൻ, ഒറ്റപ്പാലം.